ഭഗവാൻ കൃഷ്ണൻ പാർത്ഥനോട് പറയുന്നു. പാർത്ഥ ശബ്ദത്തിന് കുറേ അർത്ഥങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രഥയുടെ മകൻ, കുന്തിയുടെ മകൻ, അങ്ങനെ കുറേ അർത്ഥങ്ങൾ പറഞ്ഞു. പാർത്ഥ ശബ്ദത്തിന് വേറെ ഒരർത്ഥമുണ്ട്. പം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനം യാചിക്കുന്നവൻ, അപേക്ഷിക്കുന്നവൻ എന്നൊരർത്ഥവും പാർത്ഥ ശബ്ദത്തിന് ഉണ്ട്. പം എന്ന് പറഞ്ഞാൽ പരമാത്മവിഷയകം ജ്ഞാനം എന്നർത്ഥം. അതിനുവേണ്ടി യാചിക്കുന്നവൻ പാർത്ഥൻ. പം പരമാർത്ഥ വിഷയകം ജ്ഞാനം, പരമാത്മാവിനെ സംബന്ധിക്കുന്ന പരമാത്മവിഷയകം ജ്ഞാനം പം. അതിനുവേണ്ടി യാചിക്കുന്നവൻ പാർത്ഥൻ. അങ്ങനെ യാചിച്ചാലേ നേരത്തെ പറഞ്ഞ പരമനായകൻ എന്തെങ്കിലും തരത്തുള്ളൂ. ഒരു കണിക പ്രേമം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക്, ആ ജീവന് അധോഗതിയില്ല, താഴേക്ക് പോക്കില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ പ്രേമവുമായിട്ട് നമുക്ക് കുലബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ വാഗ്ദാനം ചെയ്യുന്നു. നമ്മളൊന്നും വാഗ്ദാനം ചെയ്യുന്ന പോലെയല്ല. നമ്മൾ വാക്ക് മാത്രമാണ് ദാനം ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും പാലിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് വാക്കിനെ അങ്ങനെ ദാനം ചെയ്യുന്നത്. അതിന് പ്രോമിസ് എന്ന് ഒരു ഓമന പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തബദ്ധമായാലും ഇംഗ്ലീഷിൽ പറഞ്ഞ രക്ഷപ്പെട്ടു. ഭഗവാൻ അർജുനോട് പാർത്ഥനോട് വ്യക്തമായി പറയുന്നു, തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത്. തേഷാം അഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത്. തേഷാം അവരുടെ, അഹം ഞാൻ, സമുദ്ധർത്ത സമുദ്ധാരകനായി ഭവിക്കുന്നു. അവരുടെ സമുദ്ധാരകനായി, അവരെ ഉദ്ധരിക്കുന്നവനായി ഞാൻ ഭവിക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറയുമ്പോൾ അവരെ മാത്രം ഉദ്ധരിക്കുന്നവൻ എന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. വാസ്തവത്തിൽ ദുഃഖം അനുഭവിക്കുന്നവനെയും സന്തോഷം അനുഭവിക്കുന്നവനെയും എല്ലാം ഈശ്വരൻ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാലതാമസത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. യാചന കൃത്യമാണെങ്കിൽ, അർത്ഥിക്കൽ കൃത്യമാണെങ്കിൽ, അതിന് തീവ്രതയുണ്ടെങ്കിൽ ഉടനെ ഉദ്ധരിക്കും. ഇല്ലെങ്കിൽ കാലതാമസം വരും. ഭിക്ഷക്കാരനാണേ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല. അമ്മാ വല്ലതും തരണേ അമ്മാ എന്ന് യാചിച്ചാൽ പെട്ടെന്ന് കിട്ടിയെന്ന് വരും. അപ്പോൾ യാചനയ്ക്ക്, ഈശ്വരനോടുള്ള യാചനയ്ക്ക് അങ്ങനൊരു വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. നമ്മൾ പറഞ്ഞത് തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത്. അവരെ ഞാൻ മൃത്യുസംസാര സാഗരത്തിൽ നിന്നും എന്നേക്കുമായി സമുദ്ധരിക്കുന്നു. ആരെ? നിഷ്കാമഭക്തന്മാരെ, കാമികളെയല്ല. മറ്റ് യാതൊന്നും ആഗ്രഹിക്കാതെ, നമ്മൾ നേരത്തെ അനന്യചേതസ്ത്വം ഒക്കെ പറഞ്ഞതാണ്. മറ്റ് യാതൊന്നും ആഗ്രഹിക്കാതെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്ന നിഷ്കാമഭക്തന്മാരെ ജനനമരണസ്വരൂപമായ സംസാരസാഗരത്തിൽ നിന്ന് ഞാൻ ഉടനെ രക്ഷിക്കുന്നു എന്നാണ്. രക്ഷിച്ചാൽ പിന്നെ അങ്ങനെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകുന്നു? സാധാരണഗതിയിൽ നമ്മൾ പറയും
അവൻ മുങ്ങി, ഇനി എവിടാ പൊങ്ങുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് രക്ഷപ്പെട്ടെങ്ങും പോകുന്നില്ല. രക്ഷപ്പെടുന്നവർ മോക്ഷസ്ഥാനമായി മാറുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. വാക്കുകൾ, അക്ഷരങ്ങൾ, വാചകങ്ങൾ എല്ലാം പെർഫെക്റ്റായിട്ട് ശുദ്ധമായി ഉച്ചരിച്ച് ശീലിക്കുക. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അഷ്ടോത്തരത്തിലും ലളിതാ സഹസ്രനാമത്തിലുമൊക്കെ വളരെ ഒരു പക്ഷേ ടഫ് എന്ന് തോന്നുന്ന ചില മന്ത്രങ്ങളെല്ലാം ഉള്ളത്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക, ഹരനേത്ര അഗ്നിസംദഗ്ധ കാമസഞ്ജീവന ഔഷധി, കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി, ദീനരോദന നിർഘോഷ ദീർണധിക്കർണവർത്തമനെ. ഇന്നത്തെ കാലത്ത് വാസ്തവത്തിൽ നല്ല മലയാളം, നല്ല ഇംഗ്ലീഷ്, നല്ല ഹിന്ദി ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു സ്ഥിതിയായി. അപ്പോൾ ഏതോ ഒരു സംഗീത സംവിധായകൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഗായികയോടെ പറയുകയാണ്, ഇത് മലയാള ഭാഷയാണ്, അച്ചരമെല്ലാം ചുത്തമായി ഉച്ചരിക്കണം എന്ന് പറഞ്ഞു പോലും. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് തിരുവനന്തപുരത്തിരിക്കുമ്പോഴാണ് ഒരു വലിയ പബ്ലിക് പ്രോഗ്രാം. ഇത് ഞാൻ കഥയുണ്ടാക്കി പറയല്ല, സംഭവം നടന്നതാണ്. വലിയ സ്വീകരണവും എല്ലാം കഴിഞ്ഞ് എന്നെ സ്റ്റേജിൽ കയറ്റിയിരുത്തി ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രണവാമൃതാനന്ദമയി മഠത്തിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന സ്വാമി അമൃതാനന്ദമയിയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു എന്നുള്ളതാണ്. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും എത്തിയിരിക്കുന്ന പ്രണവാമൃതാനന്ദപുരിയാണ്. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ചുരുക്കത്തിൽ നമ്മുടെ ഒരു കർമ്മത്തിലും പൂർണ്ണമായ ഒരു കമ്മിറ്റ്മെൻറ്റോ ആത്മാർത്ഥതയോ ഒന്നും തന്നെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ സംഭാഷണത്തിൻ്റെ തുടർച്ച വരും ദിനങ്ങളിൽ ഉണ്ടായിരിക്കും.